ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചു എന്ന പരാതിയിലാണ് കേസ്. എറണാകുളം CGM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നടപടി. മാർട്ടിൻ മോനാച്ചേരിയാണ് പരാതിക്കാരൻ. നിതിൻ സേവ്യറുണ്ട് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്നും. നിതിൻ, ഈ മാർട്ടിൻ മോനാച്ചേരിയുടെ പരാതിയിൽ ശ്വേതയ്ക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? അജി, വളരെ വിചിത്രമായ ഒരു പരാതിയാണ് മാർട്ടിൻ മോനാച്ചേരി എറണാകുളം CGM കോടതിയിൽ നൽകിയിരുന്നത്. ഈ പരാതിയിൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ ഇത് ഏത് തരത്തിലൊരു അന്വേഷണമാണ് നടത്തേണ്ടതെന്ന കാര്യത്തിലൊരു അവ്യക്തതയുണ്ട്. പരാതിയിൽ പറയുന്നത് അശ്ലീല സിനിമകളിലൂടെ ശ്വേതാ മേനോൻ പണം സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ ശ്വേതാ മേനോൻ ഒരു ഇന്റർവ്യൂവിൽ താൻ ചില പരസ്യ ചിത്രങ്ങളിൽ വളരെ വൾഗറായി അഭിനയിച്ച ചില ദൃശ്യങ്ങൾ അത് പിന്നീട് ഫോൺ സൈറ്റിലൂടെ നിരവധി ആളുകൾ കണ്ടു എന്നൊരു കാര്യം നേരത്തെ ശ്വേതാ മേനോൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതാണ് ഈ പരാതിക്ക് ആധാരമായി മാർട്ടിൻ മോനാച്ചേരി ആദ്യം പറയുന്ന കാര്യം. മറ്റൊന്ന്, ചില സിനിമകളിൽ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളിൽ, മലയാള സിനിമകളിൽ തന്നെയാണ്, സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത ചില സിനിമകളാണ്. കളിമണ്ണ അല്ലെങ്കിൽ പാലേരി മാണിക്യം പോലുള്ള രതിനിർവേദം പോലുള്ള സിനിമകൾ. ഈ സിനിമകളിൽ അഭിനയിച്ചും പണം സമ്പാദിച്ചെന്നും ശ്വേതാ മേനോൻ ഫോൺ വീഡിയോസ് നയിക്കുമ്പോൾ നിരവധി ഫോൺ സൈറ്റുകളിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുമൊക്കെയാണ് ഇയാൾ ഈ പരാതിയിൽ പറയുന്നത്. ഏതായാലും പരാതി അന്വേഷിക്കുന്നതിൽ നിലവിൽ തെളിവുകളൊന്നുമില്ലാത്തൊരു പരാതിയാണ്. പരാതി അന്വേഷിക്കുന്നതിൽ പോലീസ് വ്യക്തമായ നിയമോപദേശം തേടും. നിലവിൽ അവർക്കൊരു കൃത്യതയില്ല ഏത് തരത്തിലാണ് ഈ പരാതി അന്വേഷിക്കേണ്ടതെന്ന കാര്യത്തിൽ. കാരണം സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത സിനിമകളാണ്. ഈ സിനിമകളിലെ ചില ദൃശ്യങ്ങൾ അത് ഫോൺ സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ശ്വേതാ മേനോൻ എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന കാര്യത്തിലേക്ക് പോലീസിന് സംശയമുണ്ട്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ AMMയുടെ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആൾ കൂടിയാണ് ശ്വേതാ മേനോൻ. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളിലും പോലീസിന് സംശയമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മത്സരിക്കുന്ന വനിതകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. കുക്കു പരമേശ്വരനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒപ്പം മറ്റു ചില താരങ്ങൾക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതേതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഈ പരാതിക്ക് പിന്നിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് എന്തായാലും പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഈ മാർട്ടിൻ മോനാച്ചേരിയുടെ മൊഴിയെടുക്കാനായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് അയാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അയാളുടെ മൊഴിയെടുക്കും. അതിനുശേഷം ഇതിലൊരു കൃത്യമായ തീരുമാനം പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ആലോചിച്ചിട്ടായിരിക്കും എടുക്കുക. ഏതായാലും പോലീസും പറയുന്നത് വളരെ വിചിത്രമായ ഒരു പരാതിയാണെന്നാണ്. തെളിവുകളില്ലാത്ത, വ്യക്തതയില്ലാത്തൊരു പരാതിയാണ്. അത് ഏത് രീതിയിലാണ് അന്വേഷിക്കേണ്ടെന്ന കാര്യത്തിൽ കൃത്യമായ പഠിച്ച ശേഷം തന്നെയാകും പോലീസ് മുന്നോട്ട് പോവുക. അജി, യെസ്, ശ്വേതാ മേനോനെതിരെയാണ് എറണാകുളത്ത് ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത്.